ടൈം മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സീരിയൽ ലോകത്തെ കൂടെ കുറിച്ചാണ്. കേരള സിനിമയിൽ മാത്രമല്ല പ്രശ്നം, കേരള സീരിയൽ നടിമാരും ഇന്നിപ്പോൾ കംപ്ലൈൻറ്റ് നൽകി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ താരാലക്ഷ്മി എന്ന ഒരു ലേഡിയുടെ അഭിപ്രായം നമുക്ക് ഇതിൽ കേൾക്കാം. അപ്പം അവരും പറഞ്ഞിരിക്കുന്ന ഇതാണ്, 16 പേരെ ആ കിടക്ക പങ്കിടുമെങ്കിൽ നിങ്ങൾക്ക് സീരിയലിലെ നടിയായിട്ട് നമ്മൾ നിങ്ങൾക്ക് ചാൻസ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ വെളിപ്പെടുത്തലെല്ലാം നമുക്ക് കേൾക്കാം. 16 പേർക്ക് നിങ്ങൾ ബെഡ് ഷെയർ ചെയ്യണം എന്ന ഒരു ഭയങ്കരമായ ഒരു കുറ്റമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മുതൽ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഈ മലയാള സിനിമാ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സിനിമാ രംഗത്ത് മാത്രമല്ല ഇതേപോലെ പീഡന കഥകളുള്ളത് സീരിയൽ രംഗത്തും ഉണ്ടെന്നൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് മലയാളി വാർത്ത പുറത്തു വരുന്നത്. ഇപ്പോൾ എന്നോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന നടിയായ താരാലക്ഷ്മി ഉണ്ട്. നമസ്കാരം താരാലക്ഷ്മി. നമസ്കാരം. എന്താണ് ഇപ്പം ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് പറയാനുള്ളത്? ഞാനിപ്പോ ഇവിടെ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഇതിന്റെ പുറകിൽ നിൽക്കുന്ന കുറെ സംസാരിക്കാൻ പറ്റാത്ത കുറച്ച് മുഖങ്ങളുണ്ട്, അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം എന്റെ ഈ ഫോണിലേക്ക് വന്ന കുറെ സന്ദേശങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഉറിയടി എന്ന സിനിമയുടെ പ്രൊഡ്യൂസറും അദ്ദേഹം ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പേര് സുധീഷ് ശങ്കർ എന്നാണ്. അപ്പൊ അദ്ദേഹം എന്നോട് മാത്രമല്ല വേറെ പല സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിനോടും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് എനിക്ക് കിട്ടിയ അറിവ്. അത് വ്യക്തമായ വോയിസ് റെക്കോർഡർ എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് 16 ഒന്നോ രണ്ടോ അല്ല 16 പേർക്ക് നിങ്ങൾ ബെഡ് ഷെയർ ചെയ്യണം എന്ന ഒരു ഭയങ്കരമായ ഒരു കുറ്റമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്നതും എന്നെ ഇത്രയും മീഡിയ സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഒരു രഹസ്യം വെളിയിലേക്ക് വരണം, ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം വെളിയിലേക്ക് വരണം. അദ്ദേഹം വെറും പൈശാചികമായ രീതിയിലാണ് പല ആർട്ടിസ്റ്റുകളോടും പെരുമാറുന്നത്. അതുപോലെ എന്നോടും പെരുമാറി. ഞാനിപ്പം എന്നോട് പറഞ്ഞു ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിനെ കൊണ്ട് എന്റെ മുഖത്തടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനെ ചിലര് ഇപ്പം ബൈജു ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അമ്മയിൽ നിന്നും ആരും രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയുന്നത്. എന്നാ ഒരു കാര്യം ചെയ്യൂ ബൈജു, നീ അങ്ങ് അമ്മയുടെ സ്ഥാനവും കയറ്റങ്ങട്. അപ്പം നിനക്ക് അതാണ് നല്ലത്. നിനക്ക് മാമാപ്പണി കൊള്ളാം. നിനക്കാകുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ നേരത്തെ നടന്ന പോലെ തന്നെ അമ്മയിലേക്ക് ഒരു ചാൻസ് വേണമെങ്കിൽ ഇതുപോലെ ലേഡീസിനെ കിട്ടുമല്ലോ കൊടുത്തു. അപ്പം നിനക്ക് ഇതുപോലെ ചെയ്യാം. ഈ ബൈജുവും അതുപോലെ മഹേഷ് അതുപോലെ സുധീഷ് അങ്ങനെ കുറേ വേട്ടാളിയന്മാരുണ്ട്. ഇവരെല്ലാം ഞാനുമായിട്ടെല്ലാം ഒരുമിച്ച് അഭിനയിച്ചാണ്. മുദ്ര എന്ന സിനിമയിൽ അഭിനയിച്ച, പിന്നെ ഒരു 6-7 സിനിമയിൽ വേറെ അഭിനയിച്ചോ എന്ന പേരുകളൊന്നും പറയുന്നില്ല. മുഖം അഭിനയിക്കുക എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വേട്ടാളിയന്മാരെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. അപ്പം യവനൊക്കെ എന്ന് പറയുന്നപ്പോൾ ഇപ്പം അമ്മയെന്ന് പറയുന്ന സംഘടന ഇവനിപ്പോൾ ഏറ്റെടുത്ത് നടക്കണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ അടിച്ച് പൊളിച്ച് വിടേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞുപോയി. മനുഷ്യൻ പൈസ കൊടുത്ത് മനുഷ്യൻ അവൻ്റെ കുറെ ജോലിയും അതും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് എന്തൊരു ഇൻട്രസ്റ്റിനോ ഒരു വിഷമത്തിനോ അതിൻ്റെയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഒരു സിനിമകൾ പോയിരുന്ന് കണ്ട് ആ സിനിമ അവരെയൊക്കെ ഒരു പ്രവർത്തനങ്ങൾ ഇത് കണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് യുവമാർ അതിൽ നിന്നും പണമുണ്ടാക്കി യുവമാർ ഈ ലോകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ലേ കലാമയെ കാണിക്കുന്നു. സ്വന്തമായിട്ടില്ലായിരുന്നു. പിന്നെ കാറായി, പിന്നെ അതുപോലെ ആകാശത്തുള്ള സാധനം വേണം, നമ്മൾ കൃഷിയെടുക്കുന്ന പൈസ അതാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. പിന്നെ ഈ നടികളെന്ന് പറയുമ്പോഴത്തേക്ക് നടികളെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ നടികൾ ഇതുപോലെയൊക്കെ 95% കിടന്നു കൊടുത്ത് തന്നെയാണ് അവർ ഈ നിലയിൽ വരുന്നത്. അല്ലെങ്കിൽ ഈ ഒന്നുമില്ലാതെ ഈ അമ്മമാരൊക്കെ കൊണ്ടുവന്ന് കൂട്ടി കൊടുക്കുന്ന പെണ്ണുങ്ങളൊക്കെ 3-4 പടം ആകുമ്പോഴത്തേക്ക് എങ്ങനെ ഇവർ കാറും വണ്ടികളും അതും ഇതും കോടിക്കണക്കിന് രൂപയൊക്കെ ആയിട്ടുള്ള വരുന്നത്. പിന്നെ വ്യഭിചാരം തന്നെ. പിന്നെ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ പോയി ഇവർക്ക് ഒരു പ്രശസ്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വ്യഭിചാരം, പിന്നെ പൈസ കൂടുതലാണ്. ഇതൊക്കെ തന്നെയാണ് ഈ സിനിമാ ലോകത്ത് നടക്കുന്നത്. ഇപ്പം സീരിയലിലെ കാര്യം ഇവർ പറയുന്നത് കേട്ടില്ല, സീരിയലും ഇത് തന്നെയാണ്. സീരിയല് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. എറണാകുളത്തൊക്കെ ഈ സീരിയൽ നടികളൊക്കെ വെള്ളവും അടിച്ച് അടിയും ഉണ്ടാക്കി അരിമ്പുകളും ഉണ്ടാക്കി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി, എത്ര സ്ഥലങ്ങളില്ല അതുപോലെ. അപ്പം അതൊക്കെയാണ് നമ്മൾ ഈ നാട്ടിൽ സിനിമ കൊണ്ട് നടക്കുന്നത്. പിന്നെ ബൈജുവിനോട് പറയുന്ന മാത്രമല്ല, സുരേഷ് ഗോപി, പിന്നെ കുറച്ച് പേർക്കുള്ള പേര് ഇതിൽ വന്നിട്ടില്ല. ആർക്കുള്ള മമ്മൂട്ടിയുടെ പേര് വന്നിട്ടില്ല, മോഹൻലാലിൻ്റെ പേര് വന്നിട്ടില്ല, ജയറാമിൻ്റെ പേര് വന്നിട്ടില്ല, അതുപോലെ സുരേഷ് ഗോപിയുടെ പേര് വന്നിട്ടില്ല. കാരണം യുവമാരൊന്നും നല്ലതൊന്നും ഒരിക്കലും പറയില്ല, യുവമാർക്കും ഉണ്ട്. ഇപ്പൊ ജയൻ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു, ജയനും സീമയായിട്ട് ഒരു 10-30 പടങ്ങളിലുണ്ടായിരുന്നു. ഇവരൊക്കെ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് കാണും, പിന്നെ കാണാതെ എങ്ങോട്ട് പോകുന്നത്. അതുപോലെ
പ്രേം നസീർ, ഷീല ഇവരൊക്കെ എത്ര 100-150 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാരണം അതൊന്നും നമുക്ക് പറയാൻ ഒക്കൂല, എങ്കിലും നമ്മൾ അതൊന്നും പറയുന്നില്ല. എന്താ കലാമേ, അല്ല അങ്ങനെയൊക്കെയാണ് ഈ സിനിമാ ലോകത്തിന്റെ കാര്യങ്ങളെന്ന് നമ്മൾ പറയണം. ഇനിയെങ്കിലും നിങ്ങളത് കാണുകയും ഇനിയെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഈ സിനിമകൾ കണ്ട് യൗമാർക്ക് നമ്മളെ പണങ്ങൾ കൊണ്ട് കൊടുക്കാതിരിക്കുകയും ചെയ്യുക. അതാണ് ഏറ്റവും പറയാനുള്ളത്. പിന്നെ ഈ അമ്മയെന്നുള്ള സംഘടനയും യവനെയൊക്കെ ഉള്ള ഈ സംഘടന യവനൊക്കെ ഒരു ആവാസന്മാരാണ്. അതിനെക്കുറിച്ച് ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നില്ല. യവന്മാരെ യഥാർത്ഥത്തിൽ ഒരു ചരിത്രം നമുക്ക് അനുഭവപ്പെട്ട ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 6-7 പടത്തിന് ശേഷവും യവന്മാർക്ക് പരിചയമുള്ളൊരുത്തൻ്റെ മുമ്പ് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്ന് ഒരാളിനെ കാണണമെന്ന് പറഞ്ഞ് ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് പറയടാ, പെട്ടെന്ന് പറഞ്ഞു എന്താണ് കാര്യമെന്ന്. അപ്പം അറിയാത്ത കണക്ക് സംസാരിച്ചു. കാരണം ഇവനൊക്കെ ഒരു സൈസ് ദുഷ്ടന്മാരുടെ രീതിയിലൊക്കെ ഇവന്മാർ പെരുമാറും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രീതികളാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരാണ് ഈ സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്നതും. ഇവന്മാരെ തനി നിറങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല, അത് എനിക്ക് നല്ലതോടെ അറിയാം. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്. അതുകൊണ്ട് യവന്മാരെ സിനിമകൾ പോയി കാണുകയോ അല്ലെങ്കിൽ യവന്മാർക്ക് പ്രോത്സാഹനങ്ങൾ നൽകുകയോ യവന്മാരെല്ലാം കുഴപ്പക്കാരാണ്. യവന്മാരെ ഒറ്റെണ്ണത്തിനെയും വിടാൻ വെക്കൂല. ഞാൻ ഈ പറഞ്ഞിട്ടിരിക്കുന്ന മോഹൻലാലായിരുന്നാലും മമ്മൂട്ടി ആയിരുന്നാലും എല്ലാം കണക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപി ആയിരുന്നാലും എന്താ തന്നെ പറയാനുണ്ടോ കല ഇതൊക്കെ എങ്ങനെയാണ് ആരെയും കുറിച്ച് ഈ പിച്ചെടുക്കുന്ന പൈസ അവർ കൊണ്ട് കൊടുക്കാതെ മക്കളെ ഒരുക്കി കണ്ട് അവർക്ക് ആഹാരം കൊടുത്ത് സന്തോഷിക്കുക. നമ്മൾ ഇതുവരെ പോട്ടെ, ഇതുവരെ നമ്മൾ അഴുക്കാലും കൂടെ സഞ്ചരിച്ചു. ഇനിയെങ്കിലും സിനിമാ ലോകം ഉപേക്ഷിക്കുക, അതിന് ഇവിടെ ആവശ്യമില്ല. ഞാൻ തമാശ സിനിമാ ലോകം എന്തിനെ പോയിക്കണം, കഷ്ടപ്പെട്ട് മറ്റേടെ പണി ചെയ്തിട്ട് 120 രൂപ 130 രൂപ കൊണ്ട് കൊടുത്ത് അത് കൊണ്ടു കൊടുക്കാൻ 200 രൂപ വേറെ ചിലവാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ അവരൊക്കെ വല്ല മറ്റേടെ പണിക്കൊക്കെ പോട്ട്. ഒരുപാട് പണി രാജ്യത്ത് കിടക്കുന്നു. അതിന്റെ സുഖങ്ങൾ അവരറിയണം. കാണാം, തീർച്ചയായും. അപ്പം അതിനെക്കുറിച്ചാണ്. അപ്പം ഈ വീഡിയോ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക്